കോൺഗ്രസിലേക്ക് എന്ന അഭ്യൂഹങ്ങൾക്കിടെ ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാനും നടനുമായ പ്രേംകുമാർ ഇന്ന് കോൺഗ്രസ് വേദിയിലെത്തും. വൈകിട്ട് കോട്ടയം നാഗപടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന KPCC സംസ്കാര സാഹിത്യയുടെ പരിപാടിയിൽ പ്രേംകുമാർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് പരിപാടിയുടെ ഉദ്ഘാടകൻ. പ്രേംകുമാറിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കാനാണ് കോൺഗ്രസ് ആലോചന. ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം KC വേണുഗോപാൽ പ്രേംകുമാറുമായി ചർച്ച നടത്തിയിരുന്നു. ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി സ്ഥാനത്ത് നീക്കിയതിനെതിരെ സർക്കാരിനെതിരെ വിമർശനവുമായി പ്രേംകുമാർ രംഗത്തെത്തിയിരുന്നു. ഇരട്ട നീതിയാണ് തന്നോട് കാണിച്ചതെന്നായിരുന്നു വിമർശനം. കഴിഞ്ഞ ദിവസം ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാനും നടനുമായ പ്രേംകുമാർ നടത്തിയ പ്രസ്താവനകളെല്ലാം ചർച്ചയാകുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. തന്നോട് സർക്കാർ ഇരട്ട നീതിയാണ് കാണിച്ചത് എന്നടക്കമുള്ള വിമർശനങ്ങളുമായി പ്രേംകുമാർ രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. തന്നോട് ഇരട്ട നീതിയാണ് കാണിച്ചതെന്നും എന്നടക്കമുള്ള വിമർശനങ്ങളാണ് സർക്കാരിനെതിരെ നടത്തിയത്. സച്ചിദാനന്ദനെതിരായ വിമർശനങ്ങളെല്ലാം നടത്തുന്നതിനിടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. സർക്കാരിനെതിരെ പറഞ്ഞിട്ടും സച്ചിദാനന്ദൻ ഇപ്പോഴും ഈ ഒരു ചെയർമാൻ സ്ഥാനത്ത് തുടരുന്നു, എന്നാൽ തന്നെ പുറത്താക്കിയെന്നടക്കമുള്ള കാര്യങ്ങളിലാണ് അദ്ദേഹം വിമർശനം ഉന്നയിച്ചത്. ഈ വിമർശനങ്ങളും ഈ അഭ്യൂഹങ്ങൾക്കുമിടയിൽ കോൺഗ്രസിലേക്ക് എന്ന ഒരു അഭ്യൂഹങ്ങൾ എല്ലാം സജീവമാകുന്ന ഒരു സാഹചര്യത്തിലാണ് ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാനും നടനുമായ പ്രേംകുമാർ ഇന്ന് കോൺഗ്രസിന്റെ വേദിയിലെത്തുന്നത്. വൈകിട്ട് കോട്ടയം നാഗപടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന KPCCയുടെ സംസ്കാര സാഹിത്യയുടെ പരിപാടിയിലാണ് പ്രേംകുമാർ മുഖ്യാതിഥിയായി പങ്കെടുക്കാൻ സാധ്യതയുള്ളത്. AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലാണ് ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ. പ്രേംകുമാറിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കാനാണ് കോൺഗ്രസിന്റെ ആലോചന. ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളെല്ലാം നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം KC വേണുഗോപാലുമായി പ്രേംകുമാർ ചർച്ച നടത്തിയിരുന്നു എന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ.